പദ്ധതിയിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഒപ്പിട്ട് പണം വാങ്ങിയ പദ്ധതിയാണെന്നിരിക്കെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെ എതിർക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും തെലുങ്കാനയും ഹിമാചൽ പ്രദേശും PM ശ്രീ പദ്ധതി സജീവമായി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളാണ്. തെലുങ്കാനയിൽ 832 സ്കൂളുകളും കർണാടകയിൽ 655 സ്കൂളുകളും ഹിമാചൽ പ്രദേശിൽ 227 സ്കൂളുകളും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2023-24 വർഷത്തിൽ കർണാടകയ്ക്ക് 26.4 കോടി രൂപയും 2024-25 വർഷത്തിൽ 31.4 കോടി രൂപയുമാണ് പദ്ധതിയിലൂടെ ലഭിച്ചത്. തെലങ്കാനയ്ക്ക് കഴിഞ്ഞ വർഷം 59.8 കോടി രൂപയും ഈ വർഷം 147.97 കോടി രൂപയും ലഭിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ ഒപ്പിട്ട് പണം വാങ്ങിയ പദ്ധതിയാണെന്ന വസ്തുത പകൽ പോലെ വ്യക്തമാകുമ്പോഴും വിചിത്രമായ പ്രതികരണമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. എന്നാൽ കോൺഗ്രസ് സർക്കാരിന് പദ്ധതി പിൻവലിക്കാൻ സാധിക്കുമല്ലോ എന്ന ചോദ്യവും പ്രസക്തമാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരിക്കെയാണ് പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളവും ബംഗാളും തമിഴ്നാടും ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പാക്കുന്നുണ്ട്. 2022 സെപ്റ്റംബർ 5-ന് 14 സംസ്ഥാനങ്ങളാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ധാരണാപത്രം ഒപ്പുവെച്ചത്. കോൺഗ്രസ് ഭരിച്ച പഞ്ചാബിലും PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ കൃത്യമായി പണം ലഭിക്കുമ്പോൾ പദ്ധതി നടപ്പാക്കാത്തതുകൊണ്ടു മാത്രം കേരളത്തിനോടുള്ള ഉപരോധം തുടരുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിന് ലഭിക്കാനുള്ള 1444 കോടി രൂപയാണ് മോദി സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.